എൻ്റെ പേര് എം ശിവൻ. ഞാൻ 12 മുതൽക്കേ എൻ്റെ ഒരു തറവാട് വീടാണത്. കോട്ടൂളിയിലാണ്, നേറ്റീവ് ഓഫ് കോട്ടൂളി. I joined in the Ministry of Home Affairs in New Delhi 1974. അത് കഴിഞ്ഞ് ഒരു 36 വർഷം I was in different states in India and including the border areas of northeastern and northern border area. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ആസാം, മേഘാലയ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, then I went to Andaman Nicobar Islands, മധ്യപ്രദേശ്, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, അങ്ങനെ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്ത് ഞാൻ അവസാനം 2010 ട്രിവാൻഡ്രത്ത് വെച്ച് റിട്ടയർ ചെയ്തത്. അത് കഴിഞ്ഞ് ആ 36-37 വർഷത്തെ സേവനത്തിൻ്റെ ശേഷം ഇവിടെ വന്ന് പല സംഘടനകളൊക്കെ ചെറുതായിട്ട് പല എൻ്റെ എക്സ്പീരിയൻസും നോളേജും ലാംഗ്വേജ് എക്സ്പെർട്ട്നെസ്സൊക്കെ ആയിട്ട് പല അതുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളായിട്ടൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് 2015 ലാസ്റ്റിൽ അന്നത്തെ ഡിസ്ട്രിക്ട് കളക്ടർ എൻ പ്രശാന്ത് എന്നെ വിളിച്ചിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞ ഒരു കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങേരെ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഈ എക്സ്പീരിയൻസും നോളജും എല്ലാം കൂടി കൂട്ടിയിട്ട് അത് ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇതേമാതിരി ഒരുപാട് അൺനോൺ പേഷ്യൻസ് ഉണ്ട്, അതായത് ഡെസ്റ്റിറ്റ്യൂട്ടായ ആൾക്കാരുണ്ട്, പല സ്റ്റേറ്റിൽ നിന്നും വന്ന് കിടക്കുന്ന ഊരും പേരും അറിയാത്ത ആളുകളുണ്ട്. അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു കുടുംബത്തെ കണ്ടെത്താൻ വേണ്ടിയിട്ട് താങ്കൾ അതൊന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. അതേപോലെ തന്നെ വെള്ളിമാട് കുന്നിലെ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിലും ഇതേമാതിരി അന്തേവാസികളായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്, അതർ സ്റ്റേറ്റ് പീപ്പിൾ, അങ്ങനെ അവരെയും കൂടി ഒന്ന് എത്തിക്കപ്പെട്ടാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അങ്ങേര് അവിടുന്ന് അന്നത്തെ സൂപ്രണ്ട് ഡോക്ടർ രാജേന്ദ്രനെ ഫോണിൽ വിളിച്ച് എന്നെ അങ്ങോട്ട് അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഗവൺമെൻറ് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ സൂപ്രണ്ട് എന്നെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങേർക്ക് വലിയ സന്തോഷമായി, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അവിടുത്തെ 1-2 പേഷ്യൻസിനൊപ്പം തന്നെ കാണിച്ചു തന്നു. അങ്ങനെ ആ ഒരു കുട്ടിയുടെ ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടീനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് ആ കുട്ടി കാര്യമായിട്ടൊന്നും സംസാരിക്കണമെന്നില്ല, ആകെ ഒരു ഡിപ്രസ്ഡ് കണ്ടീഷനിലായിരുന്നു. അപ്പോൾ വേറെ ഭാഷയൊന്നും അറിയാതെ നിൽക്കുന്ന സമയത്താണ് ഞാൻ അതിനോട് ആ കുട്ടിയോട് ചോദിച്ചു, ആദ്യം ഹിന്ദിയിൽ ചോദിച്ചു, വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ 1-2 ബംഗാളി വേർഡ്സിൽ ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് അല്പൊരു മുഖത്തൊരു വെളിച്ചം വന്നു ബംഗാളി സംസാരം കേട്ടപ്പം. അപ്പോൾ ചോദിച്ച സമയത്ത് പറഞ്ഞു മുർഷിദാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അത് വെസ്റ്റ് ബംഗാളിലത്തെ ഒരു സ്ഥലമാണെന്ന് എനിക്കറിയാം. ഇതിലിപ്പം നമുക്ക് ഭാഷ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ഇപ്പോൾ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും അത് ഏത് സ്റ്റേറ്റിലാണ്, ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ ഭാഷ അറിഞ്ഞുകൊണ്ട് മാത്രം ഈ പേര് കേട്ടാൽ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാരണം ഞാൻ മിക്ക ഡിസ്ട്രിക്റ്റിലും മിക്ക സ്ഥലങ്ങളിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളും സഞ്ചരിച്ചതുകൊണ്ടാണ് ഇതിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ കുടുംബത്തെ അറിയിക്കാനും ആ സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രാഫിയൊക്കെ മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് അത് എങ്ങനെയാണ്, എവിടെയാണ്, എന്താണെന്നുള്ളത് പെട്ടെന്ന് നമുക്കൊരു ഒരു ക്ലിയർ പിക്ചർ കിട്ടും. അല്ലാണ്ട് നമുക്കൊരു സ്റ്റേറ്റിൻ്റെ സ്ഥലം പറഞ്ഞാലോ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ സ്ഥലം പറഞ്ഞാലോ ഭാഷ അറിഞ്ഞുകൊണ്ട് കാത്തിരില്ല, അവർ എവിടെയാണ് എന്താണെന്ന് നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. പക്ഷേ ഞാൻ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായി. ഞാൻ അവിടുത്തെ കൺസേൺഡ് പോലീസ് SHOനെ വിവരം അറിയിച്ചു. അങ്ങനെയാണ് അവർക്ക് അത് ആ ഗ്രാമത്തിൽ വലിയൊരു സന്തോഷ വാർത്തയായി. കാരണം ഈ തേടിയ വള്ളിയെ കാലിൽ ചുറ്റി എന്ന് പറഞ്ഞാൽ അവരിത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കുട്ടീനെ കാണാണ്ട് വളരെ കാലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ന്യൂസ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അവർ ഒരു മുസ്ലിം കുട്ടിയായിരുന്നു. ആ കുട്ടി പെട്ടെന്ന് അതിൻ്റെ വാപ്പയും ഉമ്മയും എല്ലാം കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് അവർക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സന്ദർഭമാണ് ആ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട്. ആ പോലീസ് ഇൻസ്പെക്ടർ എന്നോട് പറഞ്ഞു, ഈ ഇത്രയും നല്ല ഒരു കുളിർമുള്ള ഒരു ന്യൂസ് ഈ ഗ്രാമത്തിൽ കിട്ടിയത് വലിയൊരു ആശ്വാസം, ഞങ്ങളെ കുട്ടിക്ക് വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. അങ്ങനെയാണ് അയാൾ അവിടുന്ന് തന്നെ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആപ്പ് ഭഗവാനേ സാർ എന്ന് പറഞ്ഞു അവരുടെ അതിൽ. അപ്പോൾ അത് വലിയ ഒരു മനസ്സിന് എനിക്ക് സന്തോഷമായി. അവരുടെ ആ ഒരു ആത്മസംതൃപ്തി അവരുടെ ആ കുട്ടീനെ തിരിച്ച് കിട്ടിയില്ല. അങ്ങനെ അവർ പിറ്റേന്ന് തന്നെ പുറപ്പെട്ടു, ഇവിടെ വന്നു, കണ്ടു, കൗട്ടീനൊക്കെ സംസാരിച്ചു. അപ്പോഴാണ് ഞാൻ ഈ കുട്ടിയുടെ വിവരം ചോദിക്കുന്നത് അവരോട്. കാരണം എങ്ങനെയാണ് ഈ കുട്ടി ഇവിടെ എത്തിപ്പെട്ടെന്ന് നമുക്ക് അറിയണല്ലോ, എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററി എന്ന് അറിയണല്ലോ. ഈ കുട്ടിക്ക് മാനസികമായ തകരാറൊന്നും കാണുന്നുമില്ല, എന്താണെന്നുള്ളതൊന്നും അറിയുന്നുമില്ല, മനസ്സിലാക്കുന്നില്ല. അപ്പോഴാണ് അയാൾ പറയുന്നത് ആ കുട്ടിയുടെ 10th പഠിക്കുകയായിരുന്നു. അപ്പോൾ ആ കുട്ടീൻ്റെ വേറൊരു ഫ്രണ്ട് കൂടിയിട്ട് അടുത്ത ഒരു ഗ്രാമത്തിലൊരു ഫെസ്റ്റിവൽ അവിടെ എന്തോ ഒരു ഉത്സവം ഉണ്ടായിരുന്നു, അത് കാണാൻ വേണ്ടി പോയപ്പോൾ ആൾത്തിരക്കിൻ്റെ കൂടെ ഭയങ്കര ആളുകളുടെ ബാഹുല്യം കൊണ്ട് ആ കുട്ടി അവിടുന്ന് വഴി തെറ്റിപ്പോയി.
അപ്പം മറ്റേ കുട്ടീനെ വിട്ടുപോയി തിരക്കിൽ. അപ്പം ഇത് ഒറ്റപ്പെട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു. അപ്പോൾ അവിടുന്ന് വേറെ ഏതോ ഒരു ട്രെയിനും കണ്ടു, അതിൽ കയറിയിരുന്നു എന്നൊക്കെയാണ് ആ കുട്ടി പറയുന്നത്. അങ്ങനെയാണ് ആ അച്ഛനും അമ്മയും കുട്ടീനെ അന്വേഷിച്ച് നടന്നുകൊണ്ട് അങ്ങനെ ആ ട്രെയിനിൽ കേരളത്തിലെത്തിയപ്പോൾ ഇവിടുന്ന് പോലീസുകാർ പിടിച്ച് ആ കുട്ടീനെ അവിടെ കൊണ്ടുവരിക ചെയ്തത്. കുട്ടി ശരിക്കും സംസാരിക്കുന്നില്ലൊന്നും പറയുന്നില്ല. അങ്ങനെ മാനസികമായി തകരാറുള്ള കുട്ടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവരിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ മറ്റേ കുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഈ കൂട്ടം തെറ്റിപ്പോയ കൂടെ ഉണ്ടായിരുന്ന കുട്ടി വീട്ടിൽ ചെന്ന് പറഞ്ഞു ഈ കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ കുട്ടി മിസ്സായ വിവരം വീട്ടുകാരും അച്ഛനും അമ്മയും ബാപ്പയും ഒക്കെ അറിയുന്നത്. അങ്ങനെ അവരന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് എൻ്റെ ഈ ന്യൂസ് അവിടെ കിട്ടുന്നത്. ഏതായാലും അവർ ആ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനോടൊക്കെ കാൽക്കൽ വീണ് നമസ്കരിച്ചിട്ട് നന്ദി പറഞ്ഞുകൊണ്ടാണ്. അവർക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു സംഭവമായിട്ടാണ് അത് അവർക്ക് തോന്നിയത്. ഇത്രയും നല്ല കേരളത്തിൽ അത് പറയുകയും ചെയ്തു. കേരളത്തിലല്ല വേറെ ഒരു സ്ഥലത്താണെങ്കിലും ഞങ്ങൾക്ക് ഇത്രത്തോളം സഹായ സഹകരണം ഒരിക്കലും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കില്ല. കാരണം അവർക്കറിയാം മറ്റുള്ള സ്റ്റേറ്റുകളൊക്കെ ആരും അംഗീകരിക്കില്ല, ആരും അടുപ്പിക്കില്ല, അവരൊന്നും ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയോ ചെയ്യുകയോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഈ കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സ്റ്റാഫിനോടും എന്നോടും പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ടാണ് അവരവിടുന്ന് തിരിച്ചുപോയത്. അങ്ങനെ ഇപ്പം ടോട്ടൽ ഒരു 350-360 പേരെ ഈ മെൻ്റൽ ഹോസ്പിറ്റലിലും ഈ അഭയ കേന്ദ്രങ്ങളിലുള്ള നീതി ന്യായ വകുപ്പിൻ്റെ കീഴിലുള്ള വെള്ളിമാട് കുന്നിലും അതേമാതിരി തലശ്ശേരി മഹിളാ മന്ദിരം, തവനൂർ റെസ്ക്യൂ ഹോം, അങ്ങനത്തെ പല അഭയ കേന്ദ്രങ്ങളിലത്തെ ആളുകളെ എല്ലാം കൂടിയിട്ട് ഒരു 350-360 പേരെ അവരുടെ സ്വന്തം കുടുംബത്തിലെത്തിക്കാൻ കഴിഞ്ഞു. അതൊരു പുനർജന്മമായി ചില ആളുകൾക്കത് വളരെയധികം മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് എന്നും നിലനിൽക്കുന്നുണ്ട്. അവിടെ യാദവ് എന്ന് പറഞ്ഞ് മെൻ്റൽ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഒരു 10-40 വയസ്സുള്ള ഒരാളാണ്. അപ്പം ഈ പേര് മാത്രം അയാൾ പറയുന്നത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അത് ഇതേപോലെ അന്ന് സൂപ്രണ്ടൻ്റ് എന്നോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളെ കണ്ട് സംസാരിച്ചു. പക്ഷേ അയാൾ ഒന്നും പറയും. അതാണ് ഞാൻ പറയും, പല ടൈപ്പ് പേഷ്യൻസ് ഉണ്ടാവും. കാരണം മെൻ്റൽ പേഷ്യൻസ് അല്ല, അവർ ഏത് വിധത്തിലാണ് പ്രതികരിക്കുക, എന്താ പറയുന്നത് ശരിയാണോ അല്ലെങ്കിൽ അവർ പറയുമോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല. ചില ആൾക്കാർ ഒന്നും പറയില്ല, മിണ്ടില്ല. ചില ആൾക്കാർ ദേഷ്യപ്പെട്ട് മേലേക്ക് ചാടും. ചില ആൾക്കാർ എന്തെങ്കിലും ആംഗ്യം കാണിക്കും. ചില ആൾക്കാർ തീരെ ഇഷ്ടം ഉണ്ടാവില്ല, സംസാരിക്കണം വരൂല്ല, ഒന്നുമില്ല, ഇങ്ങനെ മൂകമായിട്ട് നിൽക്കും, ഒന്നും സംസാരിക്കില്ല. പക്ഷേ ഇയാൾ യാദവ് എന്നുള്ള പേര് മാത്രമാണ് പറഞ്ഞത്. അത് ഞാൻ മനസ്സിൽ വെച്ചു. അപ്പോൾ യാദവ് എന്നുള്ള പേര് സാധാരണ ബീഹാറിലും യു പിയിലൊക്കെ നമ്മൾ മുലായം സിംഗ് യാദവ് ഒക്കെ കേട്ടില്ല. അപ്പോൾ യാദവ് എന്നുള്ള പേര് സാധാരണ ബീഹാറിലും യു പിയിലാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മിക്കവാറും യു പിയിലോ ബീഹാറിലോ ആണെന്ന് വിചാരിച്ച് വേറെ ഒന്നും കിട്ടുന്നില്ല, ഏതാ സ്റ്റേറ്റ് ഏതാ ഡിസ്ട്രിക്റ്റ് ഒന്നും അറിയുന്നില്ല. അങ്ങനെ അയാൾ ചോദിച്ചിട്ട് ഒരു വഴിയില്ല, ആൾ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഞാനത് കുറച്ചു കാലം മനസ്സിൽ വെച്ചു. വീണ്ടും ഞാൻ 1-2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും അയാളോട് ചോദിച്ചു. കാരണം ഇവർക്ക് പല സമയത്ത് പല മൂഡായിരിക്കും. ഇന്ന് ഒന്നും പറയാത്ത ആൾ ചില സമയത്ത് അവരുടെ മനസ്സ് അനുകൂലമായിട്ട് വരികയാണെങ്കിൽ, വളരെ പ്രതീക്ഷാ നിർഭരമായിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് മാറ്റം ഉണ്ടാവും, അവരുടെ മനസ്സിന് എന്തെങ്കിലും മാറ്റം കാണും. അപ്പോൾ അവർ 1-2 വാക്ക് പറഞ്ഞില്ല എന്നും വരും. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമുക്ക് വീണ് കിട്ടുന്ന മാതിരി കിട്ടിയാൽ വലിയ ഭാഗ്യം. അങ്ങനെ ഞാൻ 1-2 പ്രാവശ്യം ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അങ്ങനെ അവിടുന്ന് വീണ്ടും ഒരു 3-4 മാസം കഴിഞ്ഞ് ഒരിക്കലേ ഞാൻ അവിടെ നഴ്സിംഗ് സ്റ്റുഡൻസിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ, എങ്ങനെ ഈ നാടും വീടും അറിയാത്ത ആളുകളെ നമ്മൾക്ക് അവരുടെ അടുത്ത് എങ്ങനെ നമുക്ക് വിവരം കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഈ യാദവ് എന്ന് പറഞ്ഞൊരു ആളെ ഞാൻ അങ്ങനെ എതിർച്ച അയാൾ വിളിച്ച് ഞാൻ ഇരുത്തി, എൻ്റെ കൂടെ എത്തിയിട്ട് ഞാൻ ഈ കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഡെമോൺസ്ട്രേഷനായിട്ട് ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഇയാളോട് ചോദിച്ചു, ആപ്കാ ഘർ കഹാ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ ജൽന എന്നൊരു വാക്ക് പറഞ്ഞു. അതുവരെ പറയാത്തൊരു വാക്ക്, അയാൾ പേര് മാത്രം. ഞാൻ വെറുതെ ചോദിച്ചാൽ ആപ്കാ ഘർ കഹാ. അപ്പം ഞാൻ ഈ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ്റെ അടുത്ത് എന്താണ് കിട്ടുക, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ, എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടി ചോദിച്ചാൽ. പക്ഷെ അന്ന് വരെ പറയാത്ത അയാൾ അന്ന് ജൽന എന്നുള്ള ഒരു വാക്ക് പറഞ്ഞു. പക്ഷേ ജൽന എന്ന് കേട്ടാൽ ഒരാൾക്കും അറിയാൻ പറ്റില്ല എന്താണ് എവിടെയാണ് എന്നാൾ പറഞ്ഞ് ശരിയാണോ എന്ന് തന്നെ നമുക്കറിയാൻ കഴിയില്ല. ആ ഒരു സ്ഥലത്തിൻ്റെ പേരാണെങ്കിലും വേറെ എന്തോ ആണോ പറഞ്ഞതെന്നറിയാം. ഞാൻ ഏതായാലും ആ ജൽന എന്നുള്ള വാക്ക് എൻ്റെ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം മഹാരാഷ്ട്രയിൽ ഔറംഗാബാദിൻ്റെ അടുത്ത് ജൽന എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്, വില്ലേജ് ഉണ്ട്. ആ സ്ഥലത്തായിട്ട് ഞാൻ SHO, അവിടുത്തെ പോലീസ് SHO ആയിട്ട് സംസാരിച്ചു. അതും ഇതേമാതിരി തന്നെ അയാൾ അവിടുന്ന് പോയിട്ട് 15 വർഷമായിരിക്കുന്നു. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷനിൽ അവിടുന്ന് അടുത്തുള്ള ആളുകൾക്ക് വിവരം കൊടുത്തു. ഇവരെല്ലാവരും കൂടി പോലീസ് സ്റ്റേഷനിൽ വന്നു. 15 വർഷമായിട്ട് ഇയാൾ തിരയുകയാണ്.
അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഇയാളുടെ മനസ്സിലായി എനിക്ക്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ യാദവ് എന്നുള്ള ആൾ ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല, കാരണം യു പിയിലും ബീഹാറിലാണ് യാദവ് എന്നുള്ള ആളുള്ളത്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓടിയത് മഹാരാഷ്ട്രയിലും കർണാടകയിലും യാദവ് എന്ന് പറഞ്ഞ ആളുണ്ട്, JADHAV, ജാദവ്. മറ്റേ YADAV ആണ്, യാദവ് ആണ് മറ്റേ. അപ്പോഴാണ് ഇയാൾ ഈ ജാദവ് എന്നായിരിക്കും പറയുന്നത്, പക്ഷേ യാദവ് എന്നാണ് നമ്മൾ കേൾക്കുന്നത്, ആർക്കും അറിയാൻ പറ്റില്ലത്. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു, കാരണം എനിക്കറിയാം കർണാടകയിലും മഹാരാഷ്ട്രയിലും ജാദവ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് വലിയ ആശ്വാസം. ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് അവരായിട്ട് വന്നിട്ട്, അപ്പോൾ അവിടെ എങ്ങനെയാ വെച്ചാൽ ഈ ഗ്രാമവാസികൾക്ക് ചില കസ്റ്റംസ് ഉണ്ട് അവിടുത്തെ. അവരെന്തോ ഒരു ട്രൈബൽ സെറ്റ് ആയിരുന്നു, അവർ ഇയാളെ അവിടേക്ക് സ്വീകരിച്ചിരുത്തുന്ന എനിക്ക് ഒരുപാട് വീഡിയോസൊക്കെ അയച്ചു തരുന്നു. അവിടെ ഗ്രാമത്തിൽ വലിയ ഉത്സവമായിരുന്നു ഇയാൾ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഇയാളെ സ്വീകരിച്ചിരുത്തി ഇങ്ങനെ ഒരു താലത്തിൽ തിരിയൊക്കെ ഒഴിഞ്ഞിട്ടാണ് അയാൾ സ്വീകരിച്ചിട്ട് ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൻ്റെ അയാളുടെ അമ്മയായിരുന്നു ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചതും എൻ്റെ കാൽക്കലുമാണ് സംസാരിച്ചതും, എന്നോട് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു പറഞ്ഞതുമൊക്കെ. പിന്നെ അവരുടെ കുടുംബങ്ങളും നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് വലിയൊരു ഉത്സവമായിട്ട് അയാളുടെ തിരിച്ചു വരവ് ആഘോഷിച്ചു 15 വർഷത്തിൻ്റെ ശേഷം. അതൊരു വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ ഒരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത്, ഒരു ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഒരു 10-22 വയസ്സായ ഒരു ലേഡി ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ചിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ആ കുട്ടിക്ക് HIV ആയിരുന്നു. അപ്പോൾ ആ സെപ്പറേറ്റ് ആയിട്ട് ഒരു വാർഡിൽ സെല്ലിലിട്ട് കഴിയും സമയത്ത് അതിനോട് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച സമയത്ത് ആന്ധ്രയിലത്തെ എന്തോ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ പേരുണ്ടായിരുന്നു, ശ്രീകാകുളം അങ്ങനെ എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഇപ്പം ഏത് ഡിസ്ട്രിക്റ്റ് ആയിരുന്നുള്ളത്. ഏതായാലും ആ ഡിസ്ട്രിക്റ്റിൽ അവരുടെ പോലീസായിട്ട് ബന്ധപ്പെട്ടു, അവരെ വീട്ടിൽ ഇൻഫർമേഷൻ കൊടുത്തു. അപ്പോൾ അതിനൊരു ആങ്ങളേ ഉള്ളൂ, ചെറിയൊരു ആങ്ങളെ, ഒരു 15-16 വയസ്സുള്ള ഒരു ആങ്ങളേ ഉള്ളൂ, വേറെ ആരും കാര്യമായിട്ട് നോക്കാനൊന്നുമില്ല. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവർ വളരെ ട്രൈബൽസാണ്, ഒരു ഇല്ലിറ്ററേറ്റ് ആണ്, വളരെ പൂവറാണ്, അവർക്ക് വീടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഈ മനുഷ്യ ജീവിതത്തിനെ പറ്റി ഇതിൻ്റെ ഒരു ഉൾക്കാഴ്ചയോ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ HIV എങ്ങനെ, ഞങ്ങൾക്ക് അതേന്ന് വലിയൊരു ബുദ്ധിമുട്ട്. ഇവരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയാൽ തന്നെ ഇവർ HIV ആയ പേഷ്യൻറ്റിനെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യും, എന്തെല്ലാമൊക്കെയാണ് ചെയ്യുക ഒന്നും അറിയില്ല. അപ്പോൾ അതിനുള്ള ഒരു ബോധവൽക്കരണം അവർക്ക് കൊടുക്കണം. അതുപോലെ അത് അറിവുള്ള ഒരാൾ ഒരു കുടുംബത്തിലില്ല. അങ്ങനെ 15-16 വയസ്സുള്ള ആ കുട്ടിയുടെ അനിയനാണ് അവിടുന്ന് ഒറ്റയ്ക്കാണ് അവൻ പുറപ്പെട്ട് വന്നത്. അവൻ്റെ കൂടെ വേറെ ഒരു കുട്ടിയുണ്ടെന്ന് ഓർമ്മയില്ല, അത് ഒറ്റയ്ക്ക് തന്നെയാണ് വന്നത്. അങ്ങനെ വരുമ്പോൾ സമയത്ത് ഞാൻ ഇവിടുന്ന് അവൻ്റെ തെലുങ്കിലാണ്, എങ്കിലും ഭാഷയൊന്നും അറിയാത്തതുകൊണ്ട് ഭാഷയും പേരും ഊരൊന്നും അവന് അറിയില്ല. അവനെ അത് സാധിച്ച് അവിടുന്ന് ആന്ധ്രയിൽ നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂർ വഴിക്ക് കോഴിക്കോട്ട് മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്താനാണ് അവൻ പറഞ്ഞത്. അങ്ങനെ അവൻ ബാംഗ്ലൂർ എത്തി. അപ്പോൾ ഞാൻ ഇവൻ്റെ ഫോൺ നമ്പർ വാങ്ങിയ വഴിക്ക് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം ഇവരെ ഓരോരു വഴിക്കും ഗൈഡ് ചെയ്യണല്ലോ, അവന് അത്ര വിവരവും ഇല്ല, അത്ര പഠിപ്പും വീരുള്ള പൈസയും കാര്യവും ഒന്നുമില്ല. അങ്ങനെ ബാംഗ്ലൂർ എത്തിയപ്പോൾ എനിക്കൊരു കോൾ വന്നു, ഞാൻ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് സാർ, അപ്പോൾ എനിക്ക് പൈസ ഇല്ല അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ട്. അത് ഞാൻ ആകെ ചിന്തിച്ച് ബാംഗ്ലൂർ വരെ വന്നിട്ട് കോഴിക്കോട്ടേക്ക് അവൻ്റെ പെങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. അത്രയും വിവരമില്ലാത്ത പാവപ്പെട്ട ആൾക്കാരാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, ഞാൻ തിരിച്ചു പോകും, എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് എനിക്ക് ഫോൺ ചെയ്തു. ഞാനിങ്ങനെ ആലോചിച്ച് എന്താ ഇപ്പോൾ ചെയ്യുക, ഇവിടെ കോഴിക്കോട്ട് എത്തിക്കട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ തിരിച്ചു പോകാനുള്ള പൈസ കൊടുക്കാമെന്ന് വിചാരിക്കും. അവൻ ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു. പെട്ടെന്ന് അതിൻ്റെ ഒരു മാസം മുമ്പേ ഇവിടെ ബാംഗ്ലൂരിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കുട്ടിയുടെ അമ്മയും അച്ഛനും മാമനെല്ലാം കൂടി ഇവിടെ വന്നിരുന്നു. ആ കുട്ടീനെ ഞാൻ തിരിച്ചയച്ചിരുന്നു അവരുടെ വീട്ടിൽ. അത് അവർക്ക് മറക്കാനാവാത്തൊരു സംഭവം. അത്രയും ഇവർ അന്വേഷിച്ച് പിടിച്ചിട്ട് കിട്ടി അത് അവർ ആ കുട്ടീനെ കുടുംബത്തിലേക്ക് എത്തി. അപ്പോൾ ആ കൂട്ടത്തിൽ അന്ന് അവിടുത്തെ ഏതൊരു മിനിസ്റ്ററുടെ ഡ്രൈവറോ മറ്റോ ഉണ്ടായിരുന്നു. അയാൾ അവിടുത്തെ നല്ലൊരു സോഷ്യൽ വർക്കറൊക്കെ ആയിരുന്നു. അപ്പോൾ അയാൾ ഇവിടെ വന്നിട്ട് ഒരുപാട് സഹായങ്ങൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഔദാര്യമായിട്ട് ദാനം ചെയ്യുക. കാരണം ആ സന്തോഷം കൊണ്ട്, അവരുടെ ആളെ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് വരുമ്പോൾ ഒരുപാട് സീറ്റ്സൊക്കെ കൊണ്ടിട്ട് വന്നിട്ട് ആ നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊക്കെ വന്നിട്ട്. അപ്പോൾ അയാളുടെ നമ്പർ, അയാൾ ബാംഗ്ലൂരായിരുന്നു, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് ഞാൻ ഓരോ ആലോചിച്ചു, കാരണം നമുക്ക് ആ ഒരു മനുഷ്യ സ്നേഹം വേണം, അല്ലാണ്ട് അതൊന്നും നമ്മളുടെ മനസ്സിലേക്ക് വരില്ല. ആർക്കാണ് അതൊക്കെ തോന്നുക, ഈ കുട്ടീനെ എങ്ങനെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് എവിടുന്ന് ഒരു ഉൾവിളി പോലെ എനിക്ക് തോന്നി. അങ്ങനെ ബാംഗ്ലൂരിലത്തെ ഒരാളായിട്ട് ഞാൻ അന്ന് കോൺടാക്ട് ചെയ്തിരുന്നല്ലോ, അയാളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പെട്ടെന്ന് ഡയറിയിൽ നോക്കിയപ്പോൾ അയാളുടെ നമ്പർ കിട്ടും. അയാളെ ഞാൻ അവിടുന്ന് വിളിച്ചു. ഇത് വിളിച്ചപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോഴും അയാൾ എന്നോട് നന്ദി പറയുക, കാരണം അവരുടെ മകനെ തിരിച്ചു കിട്ടി നാട്ടിലെത്തിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഇപ്പം ഞാൻ വിളിച്ചത് അവിടെ ആന്ധ്രയിൽ നിന്ന് ഒരു കുട്ടി വന്നിട്ടുണ്ട്, അതിൻ്റെ സിസ്റ്റർ ഇവിടെ കിടക്കുകയാണ്, ആ കുട്ടീൻ്റെ കയ്യിൽ പൈസ ഇല്ല, നിങ്ങൾ ഉടനെ തന്നെ പോയിട്ട് ഒരു 500 രൂപയോ 1000
രൂപ ആ കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അയാൾ അപ്പം തന്നെ കാർ എടുത്ത് പോയി ആ കുട്ടി എവിടെയാണ് ലൊക്കേറ്റ് നമ്പറൊക്കെ ഞാൻ കൊടുത്തു, ആ ലൊക്കേറ്റ് ചെയ്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എവിടെയായിരുന്നു ആ കുട്ടി. അയാൾ ആ പൈസ ആ കുട്ടിക്ക് കൊടുത്ത് അവിടുന്ന് ബസ്സിന് കയറ്റി വിട്ടതിന് ശേഷമാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. അത് ആ കുട്ടിക്ക് ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ അതോറിറ്റീസിനും ഒരു പോംവഴി ഇല്ലാണ്ട് ഞങ്ങളങ്ങനെ ആലോചിച്ച് വിഷമിക്കുന്നത് എങ്ങനെ ഈ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അത് വലിയൊരു ബ്രേക്ക് ത്രൂ ആയി ആ അന്വേഷണത്തിൽ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു. അങ്ങനെയാണ് ആ കുട്ടിയുടെ പെങ്ങളോ അയാളും കൂടി ആ കുട്ടിയും കൂടി തിരിച്ചു പോയത്. ഇതേമാതിരി തന്നെ ആളുകളായിട്ട് ഇടപഴകുമ്പം ഇതിൽ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു സമൂഹം അംഗീകരിക്കില്ല. ഇങ്ങനത്തെ മാനസികമായിട്ട് വൈകല്യമുള്ള ദൗർബല്യരായ ആളുകളെ സമൂഹം അംഗീകരിക്കില്ല. സ്വന്തം അച്ഛനും അമ്മയും ആങ്ങളെ പെങ്ങന്മാരാണെങ്കിൽ തന്നെ അംഗീകരിക്കില്ല. കാരണം അവർക്ക് കുറേ നോക്കി മടുത്തു, ഇതിന് മാനസിക വൈകല്യം ഉണ്ടല്ലോ, മാനസിക തകരാറുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് തന്നെ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇവരെ ഒഴിവാക്കാനാണ് അതും പാവപ്പെട്ട ആൾക്കാരിലേക്ക്. ഇതിൽ 99% ആളുകൾ വളരെ പാവപ്പെട്ട പഠിപ്പും വിവരവും ഇല്ലാത്ത ആൾക്കാർക്കാണ് ഇത് 99% ഈ തരത്തിലുള്ള അസുഖങ്ങൾക്ക്, ഈ തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് അടിമപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ബോധവൽക്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന അവരുടെ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്തെല്ലാമൊക്കെയാണ്, എങ്ങനെയാണ് ഇവർ നമ്മളെ റിഹാബിലിറ്റ് ചെയ്യുക, എങ്ങനെയാണ് ഇവർ പുനരധിവസിപ്പിക്കുക, എന്തെല്ലാമൊക്കെയാണ് അവരുടെ ജീവിതത്തിലേക്ക് ഭാവി ജീവിതത്തിലേക്ക് അവർ കരുപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇതൊക്കെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരോട് അതിനെ ഒന്ന് പ്രവർത്തിക്കാനോ അവർക്ക് മനസ്സ് വരില്ല. കാരണം അവർക്ക് അങ്ങനത്തെ അത്രത്തോളം ഒരു ഇൻഡെപ്ത് ഒരു ഇൻസൈറ്റ് ഒന്നും അവർക്കില്ല, അത്രത്തോളം ഒരു ഉൾക്കാഴ്ചയും കാര്യങ്ങളൊന്നും അവർക്കില്ല. ഇത് അവരെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് വേണം അവരെ കുടുംബത്തിലേക്ക് തിരിച്ചയക്കാൻ, അവരെ കുടുംബത്തിൽ അവർക്കൊരു അംഗമായിട്ട് നിന്ന് അല്ലെങ്കിൽ സമൂഹം അവരെ അംഗീകരിക്കുക. അതൊന്നും എവിടെയും കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഈ കുടുംബക്കാരെ വിളിച്ചിട്ട് ആദ്യമായിട്ട് അവർക്കൊരു കൗൺസിലിംഗ് നടത്തി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സ് മാറ്റി എന്താണ് മനുഷ്യത്വം, അല്ലെ എങ്ങനെയാണ് നമ്മളെ കൂടപ്പിറപ്പിനെയും നമ്മളെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കേണ്ട, അല്ല എന്താണ് മാനസികമായിട്ടുള്ള തകരാറ്, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇതിന് പ്രതിവിധി എന്നൊക്കെ പറഞ്ഞ് അവരെ ബോധവൽക്കരിച്ച് അവരുടെ മനസ്സ് മാറ്റി അവരുടെ കുറച്ച് സ്നേഹവും ദയയും വാത്സല്യമൊക്കെ ഇവരോട് തോന്നാനുണ്ടാവുന്ന ഒരു സംഗതി വരെ എത്തിക്കണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വലിയൊരു ചാലഞ്ചായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു 4-5 പേര് എൻ്റെ ഇത്രയും കാലത്ത് സർവീസിലേക്ക് ഇവർ തിരിച്ചു പോവാത്ത ചില ആൾക്കാർ, അവർ എങ്ങനെ ഞാൻ പറഞ്ഞിട്ടും അവർ തിരിച്ചെടുക്കുന്നില്ല. അങ്ങോട്ട് കൊണ്ടുവരേണ്ടതെന്നാണ് അവർ പറഞ്ഞിരുന്നത് കുടുംബത്തിലേക്ക്. കാരണം സ്വന്തം അച്ഛനും അമ്മയും അനിയനും ഏട്ടനൊക്കെയാണ് പറയുന്നത്. അവർക്ക് അത് താങ്ങാൻ കഴിയില്ല, ഇവരെ നോക്കാനോ അവരെ പിന്നാലെ നടക്കാനോ അവർക്ക് അത്രത്തോളം കഴിവും പ്രാപ്തിയും പൈസയും കാര്യങ്ങളും അറിവും ഒന്നുമില്ല, ആ ഒരു സംസ്കാരം അറിവും ഒന്നുമില്ല. അങ്ങനത്തെ വളരെ പാവപ്പെട്ട നിരത്തിൻ്റെ മുകളിലൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ അവരെയും ഞാൻ ഇതേമാതിരി ഒരു 5-6 പേര് ഇതേമാതിരി ഒരിക്കലും കുടുംബത്തിലേക്ക് അടുപ്പിക്കാത്ത ആളുകളെ എനിക്ക് അവസാനം അവരെ വളരെ സ്നേഹത്തോടു കൂടി അവരെ ഏറ്റെടുത്ത് തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ടും ഞാൻ അവരോട് പറഞ്ഞു, എന്ത് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഗൈഡ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യും, മരുന്നും കാര്യങ്ങളും. അല്ല അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് അവിടുന്ന് പല സഹായങ്ങൾ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു തരാം. അവിടെ ഇതേമാതിരിയുള്ള അനാഥാലയങ്ങളുണ്ട്, നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ അവരെ ഏൽപ്പിക്കാൻ നോക്കണം. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരിക്കൽ 2 പേഷ്യൻസിനെ അവിടുത്തെ ഒരു കൺസേൺഡ് സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് കലക്ടറായിട്ട് ഒരു IAS ഓഫീസർ ഉണ്ടായിരുന്നു, അവരായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ സോഷ്യൽ സർവീസിലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് അവിടുന്ന് 2 പേര് ആ ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ ഇങ്ങോട്ട് അയച്ചു. ഈ വീട്ടുകാരും കുടുംബക്കാരും ആരും അംഗീകരിക്കാത്ത ഈ 2 പേഷ്യൻസിനെ അവർ അവിടുന്ന് പുറമേത്തെ സോഷ്യൽ സർവീസിലുള്ള ആൾക്കാരൊക്കെ അയച്ചിട്ട് അവിടെ അഭയ കേന്ദ്രത്തിൽ ചേർത്തിട്ടുണ്ട് 2 പേര്. ബാക്കി 2-3 പേര് ഇതേമാതിരി തന്നെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ ഇടപെട്ട് അവരും അവിടുന്ന് പൈസയൊക്കെ കളക്ട് ചെയ്ത്, പൈസയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ഒരു ഡെപ്യൂട്ടി കളക്ടറും പോലീസ് ഇൻസ്പെക്ടറും എല്ലാം കൂടി പൈസയൊക്കെ കളക്ട് ചെയ്ത് 2-3 പേർക്ക് ആളുകളെ ഞാൻ എൻ്റെ പറഞ്ഞ വാക്കുകൾ കൊണ്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ യു ആർ ടേക്കിംഗ് മച്ച് ഇനീഷ്യേറ്റീവ്, വൈ കാണ്ട് വി എന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരുപാട് ഈവൻ ഒരു IAS ഓഫീസർ വരെ എനിക്കൊരു അപ്രീസിയേഷൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇങ്ങനെ നിന്ന് ഇഫ് യു ആർ ടേക്കിംഗ് ദാറ്റ് മച്ച് ഓഫ് ഇനീഷ്യേറ്റീവ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി ഡെസ്റ്റിറ്റ്യൂട്ട്, വൈ കാണ്ട് വി ഡു സംതിങ് ഫോർ ദർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അയച്ചത്. അങ്ങനെയാണ് ഇങ്ങനത്തെ 3-4 പേരെ എനിക്ക് അങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് കൂടുതലായിട്ട് ഇതേമാതിരി ആളുകളെ കൈകാര്യം ചെയ്യണം
ചെയ്യണമെങ്കിൽ അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ആളുകളെ അറ്റ്ലീസ്റ്റ് അവരുടെ ഡിസ്ട്രിക്റ്റിലേക്ക് നമുക്ക് തിരിച്ചയക്കണം. ഈ കുടുംബങ്ങൾ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ, കാരണം നമുക്കറിയാം നമ്മൾ ഒരു കേരളക്കാരൻ ഏതെങ്കിലും അന്യ സ്ഥലത്ത് വല്ല ഏതെങ്കിലും കാട്ടിലോ മലയിലോ എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാൽ അന്യ സ്ഥലങ്ങളിൽ അനാഥമായിട്ട് ഇങ്ങനെ അലിഞ്ഞു തിരിയുമ്പോൾ അറ്റ്ലീസ്റ്റ് അവന് കേരളത്തിൽ എത്തിപ്പെട്ട 99% അവൻ്റെ ലൈഫ് ഓക്കെ. കാരണം അവൻ്റെ സ്വന്തം സംസ്ഥാനം മാതൃ സ്റ്റേറ്റാണ്. അപ്പം അവൻ്റെ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവന് ഒരുപാട് റിലീഫായി, ഒരു ടെൻഷനും ഇല്ല, ഒരു ഇതുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ആ സ്വന്തം ആളുകളും കാര്യങ്ങളും സ്വന്തം ഭാഷയും ഭക്ഷണവും വസ്ത്രവും കിടപ്പറയും എല്ലാം അതേമയത്തിന് കിട്ടുമ്പോൾ അവന് 99% ഓക്കെ. സ്വന്തം കുടുംബങ്ങളില്ലെങ്കിൽ തന്നെ അങ്ങനെ അവരുടെ സ്റ്റേറ്റിലേക്ക് അല്ല അവരുടെ ഡിസ്ട്രിക്റ്റിലേക്ക് തിരിച്ചയക്കുമ്പോൾ തന്നെ അത് വിട്ടിട്ട് ഈ മനോരോഗ ആശുപത്രിയിലത്തെ ഇത്രയും കൂരി നിറഞ്ഞ ഈ ദുർഘടം പിടിച്ച ഈ സെല്ലിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് ജീവിതം അനുഭവിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവരുടെ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം, ഒരു ആശ്വാസം, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഭാവിയിലേക്ക് ഇതേമാതിരി കുടുംബങ്ങൾ സ്വീകരിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനാണ്. അതിന് നമ്മൾ ആ കൺസേൺഡ് സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനൊരു വഴി കാണാനാണ് ഞാൻ അങ്ങനെ 2-3 ഡിസ്ട്രിക്റ്റിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ചില പ്രപ്പോസലൊക്കെ നടത്തി അവരങ്ങനെ തിരിച്ചു പോകാമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഇനി കൂടുതലായിട്ട് കൂടുതൽ ഇതേമാതിരിയുള്ള ആളുകളെ തിരിച്ച് അവരെ സ്വന്തം നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് ആശ്വാസം, ഒരുപാട് റിലീഫായി, അവർക്ക് ഒരു വിഷമമുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഇതിന് സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ സ്വാതന്ത്ര്യം കൊണ്ട് തന്നെ അവർക്ക് എല്ലാ അസുഖങ്ങളും മാറി അവർക്ക് നല്ലൊരു ജീവിതം സ്വയം നയിക്കാൻ കഴിയും. ഇപ്പോൾ സ്വന്തം കുടുംബത്തിൽ എത്തിപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ക്രമേണ ആ കുടുംബം അവരെ ആക്സെപ്റ്റ് ചെയ്തോളും. അല്ലെങ്കിൽ അവർക്ക് ആ കുടുംബം സമൂഹമായിട്ട് തന്നെ ഇടപഴകി അവർക്ക് എന്തെങ്കിലും നല്ല ജീവിതത്തിലേക്ക് പോകാൻ കഴിയും. ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന് ഇഞ്ചിഞ്ചായിട്ട് മരിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ലത്. അപ്പോൾ ഇവരോട് ആദ്യം നമ്മൾക്ക് വേണ്ട എന്താ വെച്ചാൽ അവരോട് ആ ആത്മാർത്ഥമായിട്ടൊരു സ്നേഹം, ഒരു അടുപ്പം, ഒരു സഹകരണം ഉണ്ടാവണം. കാരണം 1-2 ഇത് മാനസിക രോഗികളാണ്, മറ്റുള്ള ആൾക്കാരെ മാതിരിയല്ല. നമ്മളൊന്ന് പറഞ്ഞാൽ അവരൊന്നും പറയുന്നില്ല, ഒന്നും സംസാരിക്കാൻ ദേഷ്യപ്പെടും, വേറെ എന്തെങ്കിലും പറയും, ഒന്നുമില്ല. പക്ഷെ ആ ക്ഷമയും അവരോടുള്ള സ്നേഹവും ആ സംസ്കാരവും നമ്മൾ അവരോട് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഇതിന് എന്തെങ്കിലും ഒരു ചെറിയ പരിഹാരം നമുക്ക്. ഞാൻ നേരത്തെ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞ മാതിരി അവരോട് അത്രത്തോളം നമ്മൾ ക്ഷമയോടും സ്നേഹത്തോടും കൂടി സംസാരിച്ച് കഴിയാണ് ആദ്യം വേണ്ടത്. പിന്നെ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കുടുംബങ്ങളെ പറ്റിയൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ളതോ അല്ലെങ്കിൽ പഠിപ്പും വിവരവും പൈസയും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് ആ പൈസ ഒന്നും അവർക്കില്ലെങ്കിൽ എല്ലാവരും അത് വിടും. അയാളെ വിട്ടുവിടും, ആൾക്കൊന്നുമില്ല, ആരും നോക്കാനൊന്നുമില്ല, അയാൾ വരില്ല എന്ന് പറഞ്ഞ് വിട്ടിടുന്നതാണ് മിക്ക ആളുകളും ഞാൻ കണ്ടത്. പക്ഷെ ആരും മുന്നോട്ട് അവരെ എങ്ങനെ നമുക്ക് അവരെ പുനരുദ്ധരിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അവർക്ക് ഫ്യൂച്ചറിലേക്ക് അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനുള്ള റിഹാബിലിറ്റേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ ആരും അന്വേഷിക്കില്ല. അപ്പോൾ അതൊക്കെ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, കൺസേൺ സ്റ്റേറ്റിലെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും പോലീസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഒരു കുടുംബങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ പൈസ ഇല്ലാത്ത ആൾക്കാർക്കാണെച്ചാൽ പൈസ കളക്ട് ചെയ്യും. പിന്നെ അവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള വിവരങ്ങളൊന്നും ഉണ്ടാവില്ല, ഏത് വണ്ടിക്ക് പോകണം, അങ്ങനത്തെ മിക്ക ആൾക്കാരും പഠിപ്പും വിവരവും ഇല്ലാത്ത ആൾക്കാർ. അങ്ങനത്തെ അതിനെ പറ്റിയ ഒരു ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുവരാനും അങ്ങനെ പല ആളുകളെ സഹായിക്കാനും പല സംഘടനകൾ കൂടി പല ആളുകൾ കൂടി കൊണ്ടുവന്നതിന് പറ്റിയ ആളുകളെ കൂടി തിരഞ്ഞു പിടിച്ച് ചെയ്യാനൊക്കെ ഞാൻ ഒരുപാട് പ്രവർത്തി അങ്ങനെ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പോൾ ജമ്മു കാശ്മീർ മുതൽക്ക് കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങൾ നമ്മൾ കവറപ്പ് ചെയ്തു. ഈവൻ ജമ്മു കാശ്മീരിൽ നിന്നും ആളുകളുണ്ടായിരുന്നു ഇതേമാതിരി. അപ്പോൾ അതൊരു ഓൾ ഇന്ത്യ ലെവൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇത് ആൾക്കാർ കൂടുതലുണ്ട്, ഇവിടെ പ്രവർത്തിക്കാൻ ആരുമില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു ഇതേമാതിരി പ്രവർത്തിക്കാൻ വേറെ ആരെങ്കിലും വേണ്ടേ? ആരുമില്ല. പക്ഷെ കുറച്ച് ആളുകളൊക്കെ മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് സോഷ്യൽ വർക്കേഴ്സ് കുറേ ആൾക്കാരൊക്കെ വിടുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടും ആയില്ല, കൂടുതൽ ആൾക്കാരൊക്കെ ഇതിനു വേണ്ടി മുന്നോട്ട് വരണം. അതാണ് അതിനുവേണ്ടി കുറേ നോക്കുന്നുണ്ട്. പക്ഷെ ആരും അത്ര കമ്മിറ്റഡ് ആയിട്ട്, ചില ആൾക്കാരൊക്കെ അതേമാതിരി ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ മീറ്റിംഗ് കൂട്ടിയിട്ട് കുറേ ആൾക്കാരൊക്കെ വിളിക്കും. കാരണം ഇതൊരു സെൽഫ് മോട്ടിവേഷൻ അല്ലേ, ഇതൊരു ശമ്പളമുള്ള ജോലിയല്ലല്ലോ. മറ്റേത് പിന്നെ സാലറി ഉള്ള ജോലി, അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടിയാണത്. ഇപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ട ശമ്പളം കൊടുത്തുള്ള ഒരു ഡ്യൂട്ടിയാണ്, അവരുടെ ജോലിയാണത്. മറ്റുള്ള ആൾക്കാർ വളണ്ടിയറി ആയിട്ട് ആരും അങ്ങനെ വരില്ല. വരാമെന്നൊക്കെ പറയും. ആദ്യം ഇങ്ങനെ വല്ല മീറ്റിംഗ് വിളിച്ചു കൂട്ടിയാലും മന്ത്രിമാരും കളക്ടർമാരൊക്കെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ആരെങ്കിലും താല്പര്യം എടുത്ത് മുന്നോട്ട് വരാനുണ്ടെങ്കിൽ അത് നല്ല. പക്ഷേ ആദ്യം 1-2 ദിവസം വരും, പിന്നെ അവർ വരില്ല. അങ്ങനെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്, എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആരും പിന്നെ വരില്ല. പിന്നെ ആരും ഇതേമാതിരി ഒരു കമ്മിറ്റഡ് ആയിട്ട്, കാരണം ഇതൊരു വളണ്ടറി ഫ്രീ സർവീസ് അല്ലേ, ആരും അങ്ങനെ ചെയ്യില്ല. നമ്മളെ ഫ്രീ ആയിട്ട് ആരും അങ്ങനെ ചെയ്യില്ല. ഇത് പിന്നെ ഒരു സോഷ്യൽ സർവീസ്, അത് വളരെയധികം ഒരു സാമൂഹിക പ്രവർത്തനം നമ്മൾ ആത്മാർത്ഥമായി നിസ്വാർത്ഥ സേവനമായിട്ട് നമ്മൾ എടുക്കണം.
ആ ഒരു നിസ്വാർത്ഥ സേവനം എടുക്കാൻ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ തയ്യാറാവില്ല. അതുകൊണ്ടാണ് ഇതിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചസ്. പിന്നെ ഉള്ള ഗവൺമെൻറ് സ്റ്റാഫിന് നമ്മൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്, അവർക്ക് പിന്നെ സാലറി ഗവൺമെൻറ് കൊടുത്തിട്ട് കുറച്ച് ആൾക്കാർക്ക് അങ്ങനെയും പോകുന്നുണ്ട്. പക്ഷേ അത് കൂടുതലായിട്ട് നമ്മളത് പ്രവർത്തിക്കണമെങ്കിൽ ഇതേമാതിരി നമ്മൾ ഡിവോട്ടഡ് ആയിട്ടുള്ള ആൾക്കാർ, കമ്മിറ്റഡ് ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നല്ലൊരു പരിസമാപ്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ പ്രവർത്തിക്കാനും അറിയാനും പരിചയമുള്ള ആൾക്കാർ. ഒന്നാമത്തേത് ഭാഷയും നാടും വീടും പരിചയമുള്ള ആൾക്കാർ വളരെ കുറവാണ്. ഒന്നാമത്തിൽ അവർക്ക് പ്രവർത്തിക്കാനും അവർക്ക് അത്ര താല്പര്യവും കാണില്ല. അത്ര കാരണം മനസ്സാന്നിധ്യം അത്രത്തോളം കാണില്ല അവർക്ക്. കാരണം അത്ര ഒരു ഫ്രീ സർവീസ് അല്ലേ ഇത്. അപ്പോൾ അതുകൊണ്ട് ആരും അതിലങ്ങനെ ഇത് ചെയ്യില്ല. പക്ഷെ നമ്മൾ നിസ്വാർത്ഥമായിട്ട് നമ്മൾ ഈ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനം നടത്തണം. അതാണ് വേണ്ടത്. അങ്ങനെ ആരെങ്കിലും മുന്നോട്ട് വരാനുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതേമാതിരി വീണ്ടും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ മുന്നോട്ട് വരാൻ കഴിയും. അത് മാധ്യമങ്ങളും മറ്റുള്ള ഗവൺമെൻറ് ഏജൻസീസും സംഘടനകളും അത് മുന്നോട്ട് പോകാനുള്ള വഴികളും മാർഗങ്ങളും ആലോചിച്ച് അത് വേണ്ട മാർഗനിർദ്ദേശങ്ങളും കൊടുക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. നമസ്കാരം, ഞാൻ ഡോക്ടർ ലാലു ജോൺസ്. ഞാൻ മാനസികാരോഗ്യ കേന്ദ്രത്തിൻ്റെ ഡെപ്യൂട്ടി സൂപ്രണ്ടാണ്. നമ്മുടെ പ്രിയപ്പെട്ട ശിവൻ സാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹവും ഈ സ്ഥാപനത്തിന് കിട്ടിയ ഒരു വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ സേവനം 2015 മുതൽ ഈ സ്ഥാപനത്തിന് ലഭിച്ചിട്ടുണ്ട്. അന്ന് ഈ സ്ഥാപനത്തിൻ്റെ സൂപ്രണ്ടായിരുന്ന ഡോക്ടർ രാജേന്ദ്രൻ, അന്നത്തെ ജില്ലാ കളക്ടറായിരുന്ന ശ്രീ പ്രശാന്ത്, അവരുടെ ഒപ്പം ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞ 9 വർഷത്തോളം കാലം അദ്ദേഹം നമ്മുടെ രോഗികൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് വീടോ നാടോ ഒന്നും അറിയാതെ ഇവിടെ വന്നു പോകുന്ന രോഗികളുണ്ട്. അവരെ തിരിച്ച് അവരുടെ ഭവനത്തിൽ സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളൊരു വലിയൊരു കർമ്മം, ഒരു മഹത്തായ ഒരു കർമ്മം അദ്ദേഹം ചെയ്തു. ഏകദേശം ഇതുവരെയായിട്ടൊരു 350ഓളം രോഗികളെ അവരുടെ ഭവനങ്ങളിൽ തിരിച്ചെത്തിക്കാൻ, അവരുടെ കുടുംബത്തോടൊപ്പം ചേർക്കാൻ കഴിഞ്ഞു എന്നതൊരു വലിയ നേട്ടം തന്നെയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും ഞാൻ നേരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ സേവനം തുടർന്നും ഈ സ്ഥാപനത്തിനും രോഗികൾക്കും ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.